2 മൊഡ്യൂൾ കഴിഞ്ഞു. അടുത്ത 3ാമത്തെ മൊഡ്യൂളിലോട്ട് കയറുകയാണ്. 3ാമത്തെ മൊഡ്യൂളിൽ അതും നമുക്കൊരു 3 ചാപ്റ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 3ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. അതായത് 7ാമത്തെ ചാപ്റ്റർ. എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. വർക്ക് എനർജിയുടെ പവർ. അതിൻ്റെ പേര് ഇതാണ്, വർക്ക് എനർജി പവർ. ഈ നമ്മുടെ ചാപ്റ്ററിലുള്ളത് നടക്കുന്നില്ല, 2 സാധനത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നു ചാപ്റ്ററിൽ. ഓക്കെ, എന്താണ് വർക്ക്? നോക്കി എന്നൊരു ഒബ്ജക്റ്റ് ഇവിടെ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റില് ഈ ഫോഴ്സ് ഞാൻ ഈ ഡയറക്ഷനാണ് കൊടുക്കുന്നത്, ഈ ഡയറക്ഷൻ ഫോഴ്സ്. പക്ഷെ ഈ വസ്തു നീങ്ങിയത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് കണ്ടോ? അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇതാണ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് മേക്ക് ചെയ്ത ആംഗിൾ തീറ്റയാണ്. ഇതിനെ 2 കമ്പോണന്റ് ഡിസ്കൗണ്ട് ചെയ്യാം. 2 കമ്പോണന്റ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഈ കമ്പോണന്റ് ആണ്, ഈ കമ്പോണന്റ് എഫ് കോസ് തീറ്റ. ഇവിടെ ഉള്ള കമ്പോണന്റ് എഫ് സൈൻ, എഫ് സൈൻ തീറ്റനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ ഇവിടെ അതിന്റെ വെയിറ്റ് ഉണ്ട് ലിമിറ്റ്. അതുകൊണ്ടാണ് ഇത് താഴോട്ട് ഇറങ്ങി വരാത്തത്, ഒന്നിച്ചാണ്. അപ്പൊ നമ്മൾ ഇത് പറയാം, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എഫ് കോസ്. അപ്പോൾ വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചു ക്ലാസ്സിൽ പറയുന്നത് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർത്തിട്ട് പഠിക്കാം. അപ്പോൾ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വേർ ഫോഴ്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് എഴുതാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എഫ് കോസ് തീറ്റ. ഇതൊരു ദിവസം എഴുതിയാൽ മതി, എഫ് എസ് കോസ് തീറ്റ. ഞാൻ എഴുതിയിരുന്നത്. ഇനി ആലോചിക്കാൻ, ഇതും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഇതും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ കിട്ടുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നില്ല, വെക്ടറിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പഠിക്കും. ഇത് 2 നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ, കുറച്ചുകൂടെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. പക്ഷേ നമുക്ക് ആ ഡെഫിനിഷനോട് പോണില്ല, കാര്യം നമ്മൾ വെക്ടർ അനാലിസിസ് പഠിക്കുന്നില്ല. രണ്ടാമത്തെ സംസ്ഥാനത്തെ പഠിക്കും, അതൊന്നും നമുക്ക് ഈ ഡെഫിനിഷൻ. Work is the product of force and displacement, where force is in the direction of displacement. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് in the direction of force എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി അതിന് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ഞാൻ യൂണിറ്റ് പറയാൻ ശ്രദ്ധിക്കുക. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ, ന്യൂട്ടൺ മീറ്ററിന് നമ്മളൊരു പേര് പറഞ്ഞു വിളിക്കാറുണ്ട്. സാധാരണ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്നെ ആലോചിക്കാനാണ് പറയുന്നത്. എൻ്റെ പേര് ജോജോ എന്നാണ്. സോ ആദ്യത്തെ ലെറ്റർ ജെ ആണ്. ജെ ഫോർ ജോജോ അല്ല, ജൂൾ. സോ വർക്കിന്റെ യൂണിറ്റ് ജൂൾ, വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്. വർക്കിന്റെ യൂണിറ്റ് എസ് ഐ യൂണിറ്റ് എന്താണ്? ജൂളാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി, ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇനി വർക്കിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തെ വർക്കാണ് ക്ലാസിഫൈ ചെയ്യും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി, 0 ഡിഗ്രി, 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ്. 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ് നമ്മൾ പറയേണ്ടവരാണ് പോസിറ്റീവ് വർക്ക്. അപ്പോൾ എങ്ങനെ പറയാം? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ലൈ ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി ഈസ് കോൾഡ് പോസിറ്റീവ്. ഇനി ഈ ആംഗിൾ പറഞ്ഞത് തീറ്റ നമ്മൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ നോക്കിയിട്ട് cos 90 ആൻസർ 0 ആണ്. സോ ഇറ്റ് ഈസ് എ 0. അപ്പോൾ നമ്മൾ പറയാം ഇത് 0. ഓക്കെ, അപ്പോൾ സോറി 3 ടൈപ്പ് വർക്കുണ്ട്. പോസിറ്റീവ് വർക്ക്, 0 വർക്ക്, നെഗറ്റീവ് വർക്ക്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ 0 വർക്ക് ആവേണ്ട കേസ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രിയാണ് നമ്മൾ വിളിക്കേണ്ടതാണ് 0. അത് മാത്രമല്ല, ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും എഫിന്റെ ആൻസർ 0 ആയാലും വർക്ക് 0 ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ ആൻസർ 0 ആയാലും വർക്ക് 0 ആണ്. ഇനി നമ്മൾ അടുത്ത പറയുന്നത് നെഗറ്റീവ് ആവേണ്ട കേസ് ആംഗിൾ 90ക്കും 180 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട പേരാണ് നെഗറ്റീവ് വർക്ക്. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ലൈ ബിറ്റ്വീൻ 90 ഡിഗ്രി ടു 180 ഡിഗ്രി ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് വർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ കേസ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇനി നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആണ് നോക്കാറുള്ളത്.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പോസിറ്റീവ് വർക്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്താൽ നമ്മളൊരു ഒരു സ്പ്രിങ് ആയിട്ട് ഇതൊരു സ്പ്രിങ്, ഇതൊരു സ്പ്രിങ് ആണ്. അപ്പോൾ ഈ സ്പ്രിങ്ങിനെ താഴോട്ട് പിടിച്ച് വലിക്കും. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷൻ ആണ് നമ്മൾ പറയാൻ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ എ സ്റ്റെറ്റഡ് സ്പ്രിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് വർക്ക്. ഇനി നോക്കുക, ഞാനൊരു ചോക്കിന് താഴോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റിയോട് പോകുന്നതാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്തത്, ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് when a body freely fall. Work done by the gravitational force when a body freely fall. ഫ്രീലി fall ചെയ്യുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആൻസർ പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഇനി സീറോ വർക്കിന്റെ എക്സാമ്പിൾ. സീറോ വർക്കിന്റെ എക്സാമ്പിൾ നോക്കുക. നമ്മൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്റെ തന്നെ ഇപ്പം ഞാനൊരു വെയിറ്റ് ഇതിപ്പോൾ ഒരു ഈ ബുക്കിനൊരു ഭാരമുണ്ട്, ആ വെയിറ്റ് ഇതിൻ്റെ തലയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് വരുന്നത് താഴോട്ടാണ്. ഓക്കെ, വെയിറ്റിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഞാൻ നോക്കുക, എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ നോക്കുക, ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് ഞാൻ ഇവിടെ പടമായിട്ട് വരച്ചില്ല. പട്ടൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അത് രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ അങ്ങോട്ടാണ്, പട്ടൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അത് മേക്ക് ചെയ്ത് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മേക്ക് ചെയ്ത് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇറ്റ് ഈസ് കോൾഡ് സീറോ. അപ്പോൾ എങ്ങനെ പറയാം? Work done by the gravitational force of a person, heads have wings, walks also. അത് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങളൊരു വർക്ക് ഡൺ ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് എ സീറോ വർക്ക്. ശ്രദ്ധിക്കുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ സെൻട്രലോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ, വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ ടാൻജന്റ് വരില്ല. ടാൻജന്റ് വെലോസിറ്റി ഡയറക്ഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ഫോഴ്സ് ഇത് ഡിസ്പ്ലേസ്മെന്റ് മേക്ക് ഇറ്റ് ആംഗിൾ 90. അപ്പോൾ വർക്ക് ഡൺ ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സീറോ. ഇനി നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്കിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ എക്സാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ പഠിച്ചായിട്ട് പഠിക്കാൻ പോകണം. ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങളൊരു വസ്തു ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്, അപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഡയറക്ഷൻ ആണ്. ഈ ഡയറക്ഷനാണ് ആ വസ്തു നീങ്ങുന്നത്. പക്ഷേ ഈ മോഷനെ എതിർക്കുന്ന ഫോഴ്സിനെ പറഞ്ഞ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് മേക്ക് ആംഗിൾ 180 ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് വന്നു, ഇവിടെ രണ്ടും സെയിം ഡയറക്ഷൻ വന്നു, ഇവിടെ വന്നപ്പോൾ 90. അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് വർക്ക്. ഈ ഒരു ബോഡിനെ ഞാൻ മുകളിലോട്ട് എറിയുന്നു, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ മുകളിലോട്ടാണ്. വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അങ്ങോട്ടാണ് താഴെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടാണ്. അപ്പോൾ അതേത് വർക്കാണ്? നെഗറ്റീവ് വർക്കാണ്. സോ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് when a body thrown vertically upward is a negative work. Okay, എക്സാമ്പിളുകൾ നമുക്ക് ചോദിച്ചാൽ നമുക്ക് കുഴഞ്ഞു പോലും ആ സമയത്ത് നമ്മൾ എഴുതണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, വാട്ട് ഈസ് വർക്ക് ഡൺ? Work done, it is the product of force and displacement, where force is in the direction of displacement. W is equal to F into S into cos theta. Unit is joule. Unit is joule. SI unit is joule. Work can be classified into three: positive work, zero work, and negative work. What is positive work? The angle between force and displacement line between 0 degree to 90 degree is called a positive work. Example: so work done by a stellar spring, work done by the gravitation force when a body is freely falling. What is zero work? The angle between force and displacement 90 degree is called zero work. Work done by gravitational force of a person, heads have weights, he walks for somebody. Work done by centrifugal force is an example of zero work. What is negative work? The angle between force and displacement lie between 90 degree to 180 degree is called negative work. Work done by frictional force is an example of negative work. Work done by the gravitational force when a body thrown vertically upward. ഇതാണ് നമ്മുടെ വർക്കിനെ പറ്റി ആദ്യത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു.
രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവാം. രണ്ടാമത്തെ സെക്ഷനാണ് എനർജി. സോ വാട്ട് ഈസ് എനർജി? ഒരു ജോലി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പറഞ്ഞ പേരാണ് എനർജി. ഓക്കെ, ഒരു ജോലി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പേരാണ് എനർജി. സോ ഇങ്ങനെ പറയാം, കപ്പാസിറ്റി ടു ഡു വർക്ക്, കപ്പാസിറ്റി ടു ഡു വർക്ക് ഇസ് കോൾഡ് എനർജി. സോ എനർജി ആലോചിക്കുമ്പോൾ പിന്നെ ആലോചിക്കാം, എസ് ഐ യൂണിറ്റ് ഈസ് ജൂൾ ആൻഡ് വേറെ യൂണിറ്റ്സുകളുണ്ട്, എർഗ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഇനി നമുക്ക് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കഴിഞ്ഞ തവണ ഒരു എസ് എന്ന് പറഞ്ഞത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. കുറേ എനർജികൾ പറയാനുള്ള എനർജി. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. എങ്ങനെയാണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ഹാഫ് mv². കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്, ഹാഫ് mv². എം എന്നുള്ള മാസാണ്, ഡി എന്നുള്ളത് വെലോസിറ്റിയാണ്. അടുത്ത എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സ്ട്രെയിൻ വലിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി, സ്ട്രെയിൻഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന എനർജി നമ്മൾ പറഞ്ഞ പോയിട്ടാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ എനർജി പൊസസ്ഡ് ബൈ ദി ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ സ്ട്രെയിൻഡ് സ്റ്റേറ്റ്. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, mgh. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് മെക്കാനിക്കൽ എനർജി. വാട്ട് ഈസ് മെക്കാനിക്കൽ എനർജി? ഇസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിനെ കൂട്ടി വെക്കുന്ന എനർജിനെ പറഞ്ഞ പേരാണ് മെക്കാനിക്കൽ എനർജി. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് ഹീറ്റ് എനർജി. വാട്ട് ഈസ് ഹീറ്റ് എനർജി? നമ്മളൊരു വസ്തു നമ്മൾ കത്തിച്ച ഒരു വസ്തുവിനെ കത്തിക്കുകയാണ്. അപ്പോൾ എനർജി പുറത്തോട്ട് വിടുന്ന റിലീസ് ചെയ്യുന്ന ഫോമിലാണ് ഹീറ്റ് എനർജി ആയിട്ടാണ്. നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിന്റെ മോഷൻ കാരണം കൊണ്ടുണ്ടാകുന്ന എനർജിനെ പറഞ്ഞ പേരാണ് ഹീറ്റ് എനർജി. അപ്പോൾ എങ്ങനെ പറയാം? എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് ഹീറ്റ് എനർജി. ഇഫ് വി ബേൺ, നമ്മൾ കത്തിച്ച വുഡ്, കോള് എക്സെട്ര, എനർജി റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് ലൈറ്റ് എനർജി. വാട്ട് ഈസ് ലൈറ്റ് എനർജി? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലൈറ്റ് എനർജി നിങ്ങൾ ബോറിന്റെ പോസ്റ്റേറ്റ്, കെമിസ്ട്രിയിൽ ബോറിന്റെ മൂന്നാമത്തെ പോസ്റ്റേറ്റ് പഠിച്ചത് അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു ആറ്റം എടുത്തിട്ട് ആറ്റത്തിന്റെ നടുക്ക് ന്യൂക്ലിയസ് കാണും. ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയും, ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ ഷെൽസുകളിലായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഷെല്ലെടുക്കുക, അവസാനത്തെ ഷെല്ലാണ് ഉദ്ദേശിക്കുക. അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ, ഒരു എനർജി, ഈ ഹയർ എനർജി, ഈ ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ പോയി വിചാരിക്കും. അവിടെ അതിന് നേരെ നിൽക്കാൻ പറ്റത്തില്ല ആ ഇലക്ട്രോൺ. ആ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് തിരിച്ചു വരുമ്പോൾ റേഡിയേഷൻസ് പുറത്തു. എന്ത് റേഡിയേഷൻസ് ആണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ നമ്മൾ വിളിച്ച പേരാണ് ലൈറ്റ് എനർജി. അപ്പോൾ എങ്ങനെ പറയാം? when an electron transition from higher energy level to lower energy level, it emits electromagnetic radiation. This electromagnetic radiation is called light energy. It does not require a medium for propagation. ഇതിന് propagate ചെയ്യാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്ന എനർജിയാണ് സൗണ്ട് എനർജി. വാട്ട് ഈസ് സൗണ്ട് എനർജി? സൗണ്ട് എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ബോഡിയുടെ വൈബ്രേഷൻ കാരണം, ഒരു മോളിക്യൂൾസിന്റെ വൈബ്രേഷൻ കാരണം കിട്ടുന്ന എനർജിനെ പറഞ്ഞ പേരാണ് സൗണ്ട് എനർജി. അതിനൊരു മീഡിയം വേണം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. അപ്പോൾ എനർജി പൊസസ്ഡ് ബൈ ദി ഡ്യൂ ടു ഇറ്റ്സ് വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് റിക്വയർ എ മീഡിയം ഫോർ ദി പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത പഠിക്കുന്നത് എന്ത് എനർജിയാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ എനർജി. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത്? നമ്മളൊരു വയറെടുക്കുക, അതിനകത്ത് കറണ്ട് പോകുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ അവിടെയുള്ള ചാർജ് ഇലക്ട്രോൺസിന്റെ മോഷൻ കാരണമാണ്. ഇലക്ട്രോൺസിന്റെ മോഷൻ കാരണമാണ് അവിടെ കറണ്ട് ഒഴുകുന്നത്. അപ്പൊ എങ്ങനെ പറയാം? വാട്ട് ഈസ് ഇലക്ട്രിക്കൽ എനർജി? എനർജി പൊസസ്ഡ് ബൈ ദി മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ. എനർജി പൊസസ്ഡ് ബൈ ദി മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ഇലക്ട്രിക്കൽ എനർജി. അടുത്ത എനർജിയാണ് മാഗ്നറ്റിക് എനർജി. മാഗ്നറ്റിക് എനർജി എന്നുള്ളത് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിനെ പറഞ്ഞിട്ടാണ് മാഗ്നറ്റിക് എനർജി. എനർജി സ്റ്റോർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് മാഗ്നറ്റിക് എനർജി. ഇനി അടുത്ത പഠിച്ചതാണ് കെമിക്കൽ എനർജി. ഓക്കെ, നിങ്ങൾ
നിങ്ങൾ കെമിക്കൽ എനർജി നിങ്ങൾ ആറ്റംസ് ഒക്കെ എടുത്താൽ നമ്മൾ ഉദാഹരണത്തിന് തിരിച്ചു പോകും മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ രണ്ട് ഹൈഡ്രജൻ തമ്മിൽ ബോണ്ടുകളിലായിരുന്നു അല്ലേ ബോണ്ടുകൾ. അപ്പോൾ ഈ ബോണ്ടുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞ പേരാണ് മോളിക്യൂൾസ് ആറ്റംസും ഒക്കെ തമ്മിലുണ്ടാകുന്ന അയോണിക് ബോണ്ടുണ്ട്, കോവാലന്റ് ബോണ്ടുണ്ട്. അങ്ങനെ ബോണ്ടുകൾക്കിടയിൽ ഉണ്ടാകുന്ന എനർജിനെ പറഞ്ഞ പേരാണ് കെമിക്കൽ എനർജി. നിങ്ങൾ ആലോചിക്കുക കെമിസ്ട്രിയിലൊക്കെ പോകുമ്പോൾ ടെസ്റ്റ് ട്യൂബിലൊക്കെ റിയാക്ഷൻസുകൾ ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് ട്യൂബിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹീറ്റ് അനുഭവപ്പെടും. So when they undergo chemical reaction, the chemical energy is converted into heat energy. So what is chemical energy? Chemical energy. Energy stored in the bonds between molecules or atoms. When they undergo chemical reaction, the chemical energy is converted into heat energy. So the natural energy is 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എന്താണ് ന്യൂക്ലിയർ എനർജി? എന്താണ് ന്യൂക്ലിയർ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ നടുക്ക് ധാരാളമായ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഉണ്ട് ന്യൂട്രോൺസ്. സോ പ്രോട്ടോണിന്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല, നോ ചാർജ്. നിങ്ങൾ കടയിൽ രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യില്ല ചെയ്യുന്നത്. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കിയെങ്കിൽ ന്യൂക്ലിയസിന് പ്രോട്ടോൺസുകളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ന്യൂക്ലിയസിന്റെ അകത്ത് പിടിച്ചു നിർത്തേണ്ട എനർജീനെ പറഞ്ഞ പേരാണ് ന്യൂക്ലിയർ എനർജി. സോ വാട്ട് ഈസ് ന്യൂക്ലിയർ എനർജി? Energy which binds protons and neutrons of the nucleus of an atom is called nuclear energy. So nuclear energy is two types. Nuclear energy two types. Nuclear fission and fusion. Nuclear fission and nuclear fusion. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വയ്ക്കാം. എപ്പോഴും ന്യൂക്ലിയർ ഫിഷന്റെ കാര്യത്തിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാനാണ് ഞാൻ പറയുന്നത്. ക്ലാസ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറയാം. ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു ഹെവിയർ ന്യൂക്ലിയസ് രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒരു ഹെവിയർ ന്യൂക്ലിയസ് കാണിച്ചു. ഈ ഹെവിയർ ന്യൂക്ലിയസ് രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ എനർജി എനർജി റിലീസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ഉണ്ടായിരിക്കും. So a heavier nucleus is like two lighter nucleus. It emits light energy and heat energy. ഇവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ നിങ്ങൾ കൈ ഇങ്ങനെ വയ്ക്കുക. കൈ ഇങ്ങനെ വെച്ചാൽ സാറിന് ഇങ്ങനെ വയ്ക്കുക. ഫ്യൂസ് ആവും എന്ന് പറഞ്ഞാൽ രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ പറഞ്ഞ പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സോ രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ലൈറ്റ് എനർജി ഹീറ്റ് എനർജി പുറത്തുകൊണ്ടുവരും. That process is called nuclear fusion. So nuclear energy is energy which binds protons and neutrons of the nucleus of an atom. What is nuclear fission? Nuclear fission. A heavier nucleus is split into two lighter nucleus. It emits light energy and heat energy. What is nuclear fusion? Two lighter nuclei combine to form heavier nucleus. It also emits light energy. Okay, അപ്പോൾ നമ്മൾ ആലോചിക്കുക 1, 2, 3, 4, 5, 6, 7, 8, 8, 9, 10 എനർജി പഠിച്ചു. അടുത്ത നമ്മൾ പറയുന്നത് സോളാർ എനർജി. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് സോളാർ എനർജി. പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ എനർജി ഇൻ ദി എർത്ത്. എർത്തിലുണ്ടാകുന്ന എല്ലാ എനർജിന്റെ കാരണക്കാരൻ എനർജി സോളാർ എനർജിയാണ്. Solar energy എവിടെയാണ് ഉണ്ടാകുന്നത്? Solar energy is created in the sun due to nuclear fusion. Nuclear fusion രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ എനർജി റിലീസ് ചെയ്യും ലൈറ്റ് ആയിട്ട് ഹീറ്റ് ആയിട്ട്. അപ്പോഴാണ് നമുക്കിവിടെ ലൈറ്റ് എനർജി ഹീറ്റ് എനർജി കിട്ടുന്നത്. സോ പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ എനർജി ഇൻ ദ എർത്ത് ഈസ് സോളാർ എനർജി. സോളാർ എനർജി ഈസ് ക്രിയേറ്റഡ് ഇൻ ദ സൺ ഡ്യൂ ടു ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇനി നോക്കി ടൈഡൽ എനർജി, വിൻഡ് എനർജി ഒക്കെ ഉള്ളത് ഈസ് ഡ്യൂ ടു സോളാർ എനർജി. സോളാർ എനർജി ഉള്ളതുകൊണ്ടാണ് ടൈഡൽ എനർജി കിട്ടുന്നത്, വിൻഡ് എനർജി കിട്ടുന്നത്. ഇനി പ്രോസസ് ഇവാപറേഷൻ ആലോചിക്കുക. നമ്മളിവിടെ ഉള്ള വെള്ളം കടലിൽ കെട്ടി നിൽക്കുന്ന ഒക്കെ വെള്ളം മുകളിലോട്ട് പോകുന്നു, ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. മുകളിലോട്ട് പോയി അവിടെ എന്ത് മേഘങ്ങളിൽ തങ്ങി നിന്ന് തണുക്കുമ്പോൾ അത് തിരിച്ചെത്തിയുന്ന
വെള്ളമാണ് താഴോട്ട്. അപ്പോൾ താഴെയുള്ള വെള്ളം മുകളിലോട്ട് പോകുന്നു, മുകളിലുള്ള വെള്ളം താഴോട്ട് പോകുന്നു. അപ്പോൾ ഒരു വാട്ടർ സൈക്കിൾ ഉണ്ടാവുന്നു. വാട്ടർ സൈക്കിൾ വരുന്നത് ആരുള്ളത് കൊണ്ടാണ്? സോളാർ എനർജി ഉള്ളതുകൊണ്ടാണ്. സോ ദ പ്രോസസ് ഓഫ് ഇവാപറേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു സോളാർ എനർജി. ഓക്കെ, ഇനി ഫോട്ടോസിന്തസിസ്, ചെടികളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്? വിത്തൗട്ട് സോളാർ എനർജി ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ഫോട്ടോസിന്തസിസ് ഉണ്ടാവുന്നത് സോളാർ എനർജി ഉള്ളതുകൊണ്ടാണ്. ഇനി സോളാർ ഈ എനർജി വെച്ച് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ ഒരു ഉപകരണത്തിനെ കൊണ്ട് പറ്റും. സോളാർ എനർജി വെച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണത്തിന്റെ പേരാണ് സോളാർ സെൽ. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. സോളാർ സെല്ലുകളുടെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് സോളാർ പാനലുകൾ. സോ വാട്ട് ഈസ് സോളാർ സെൽ? സോളാർ സെൽ is a device which convert solar energy to electrical energy. Solar water heater, solar cooker utilize solar energy to heat energy ആക്കി മാറ്റുന്നു. ഇത്തരം 15 എനർജികളിൽ നിങ്ങൾ കുറേ എനർജി പഠിക്കുക. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് സോളാർ എനർജിനെ പറ്റി എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ പറ്റണം. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ജസ്റ്റ് ഒരു ഓവർ വർക്ക് തരാം. എനർജി എന്താണെന്ന് ചോദിച്ചാൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോണ്ടന്റ്. ഒരു ജോലി ചെയ്യാനുള്ള കഴിവിന് എനർജി എന്ന് പറയും. എനർജിയുടെ യൂണിറ്റ് ജൂൾ തന്നെയാണ്. പല ടൈപ്പ് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്. ഒരു ബോഡി മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജിനെ പറഞ്ഞ പേരാണ് കൈനറ്റിക് എനർജി. എനർജി പ്രൊസസ്ഡ് ബൈ ദ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. എനർജി പ്രൊസസ്ഡ് ബൈ ദ ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. പൊസിഷൻ കാരണം ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇൻജീച്ചാണ് മെക്കാനിക്കൽ എനർജി. കൈനറ്റിക് എനർജിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ കൂട്ടിയാൽ മെക്കാനിക്കൽ എനർജി. സം ഓഫ് കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കോൾഡ് മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എനർജി എന്താണ് കിട്ടുന്നത്? നമ്മളൊരു വസ്തുവിനെ കത്തിക്കുമ്പോൾ പുറത്തോട്ട് വിടുന്ന എനർജീനെ പറഞ്ഞ പേരാണ് ഹീറ്റ് എനർജി. അതെങ്ങനെയാണ്? മോളിക്യൂൾസിന്റെ മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞ പേരാണ് ഹീറ്റ് എനർജി. എനർജി പ്രൊസസ്ഡ് ബൈ ദി motion of molecules in the system. If we burn wood, coal, etc., energy released in the form of heat. What is light energy? Light is an electromagnetic radiation. When an electron excited from higher energy level to lower energy level, it emits electromagnetic radiations. This electromagnetic radiation is called light energy. It does not require a medium for propagation. What is sound energy? Energy possessed by the body due to its vibration. What is electrical energy? Electrical energy possessed by the motion of charge particle. Charge particle motion ഉണ്ടാകുന്ന എനർജി പറഞ്ഞ പേരാണ് electrical energy. What is magnetic energy? Energy stored magnetic field. Magnetic field is stored in energy പറഞ്ഞ പേരാണ് magnetic energy. What is chemical energy? The energy stored in moles of atoms or molecules. When they undergo chemical reaction, the chemical energy is converted into heat energy. What is nuclear energy? Energy which binds protons and neutrons of the nucleus of an atom. What is nuclear fission? A heavier nucleus is split into two lighter nucleus. It emits light energy and heat energy. What is nuclear fusion? Two lighter nuclei combine to form heavier nucleus. It's emitted light energy and heat energy. What is solar energy? The primary source of all energy in the earth is solar energy. Solar energy is created in the sun due to nuclear fusion. The process of evaporation takes place, which leads to water cycle. Wind energy, tidal energy due to solar energy. The process of without solar energy, the phenomenon of photosynthesis does not take place. Solar cell is a device which converts the solar energy into electrical energy. And then the solar cooker, solar water heater utilize solar energy into heat energy. ഇത്രയാണ് എസ്സേ വലിയ പാഠം പഠിക്കാനുള്ളത്. കഴിഞ്ഞ വന്നായിരുന്നു. ഒരു കുഞ്ഞു പവർ ചെയ്യുന്ന ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ബോഡി പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാറ്റുന്നത് പറയുന്നത് പഠിച്ചു ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ബോഡി എടുക്കുക. എന്താണ് ഒരു ബോഡി? ബോഡി താഴോട്ട് വീഴും. ഇതിൻ്റെ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യും. മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കൂടെ കൂട്ടുക. അല്ലെങ്കിൽ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കൂടെ കൂട്ടിയാൽ കോൺസ്റ്റന്റ് കിട്ടും. ഇതിനൊരു ബോഡി എടുത്തിട്ടുണ്ട്. ആ ബോഡിയുടെ മാസ് എം ആണ്. 3 ബോഡി താഴോട്ട് വീഴുകയാണ്. അപ്പോൾ 3 പോയിന്റ്, ഇത് എ, ഇത് ബി, ഇത് സി, 3 പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇത് ഗ്രൗണ്ടാണ്. സി എന്നുള്ള പോയിന്റ് ഗ്രൗണ്ടാണ്.
ആയിട്ടുള്ള ദൂരം h ആണ്. ഉദാഹരണം 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. A തൊട്ട് B വരെ ആ ബോഡി സഞ്ചരിച്ച ദൂരം x ആണെന്ന് വിചാരിക്കുക. 4 സെന്റിമീറ്റർ ആണ് സഞ്ചരിച്ചത്. നോക്കുക, ഇത് മൊത്തം 10 ആണ്. ഇത് മൊത്തം 10 ആണ്. ഇത് 4 ആണ്. അപ്പൊ ഈ ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? ഇത് മൊത്തം 10 ആണ്. 10 സെന്റിമീറ്റർ ആണ്. ഇത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ ദൂരം എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 10 മൈനസ് 4 ചെയ്താലാണ്. ഈ 10ന്റെ സ്ഥാനത്തുള്ള ഉള്ളത് h ആണ്. സോ h മൈനസ് 4 സ്ഥാനത്തുള്ള ഉള്ളത് x ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലായി. ഞാൻ നമ്മൾ മാറ്റി കൊടുക്കാം. ഇപ്പൊ ഈ ഡിസ്റ്റൻസ് മനസ്സിലായത് ഈ ദൂരം h മൈനസ് x ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എങ്ങനെ പറയാം? കൺസിഡർ എ ബോഡി ഓഫ് മാസ് m. We consider 3 points A, B, C as shown in the figure. The distance from A to B is A to C is h, and the distance from A to B is x, and distance from B to C is h minus x. ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ എഴുതാനുള്ള കാര്യമാണ് പൊട്ടൻഷ്യൽ എന്താണ്? അറ്റ് ഇങ്ങനെ ഇങ്ങനെ പോകണം. അറ്റ് ബി, അറ്റ് സി, അറ്റ് സി. ഞാൻ പരീക്ഷയ്ക്ക് എഴുതുന്ന രീതി എങ്ങനെയാണ് പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതാനുള്ളത് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കണം. ഇപ്പം ഈ പടം തന്നെ അര പേജിലെടുത്ത് വരയ്ക്കുക. എക്സ്പ്ലനേഷൻ നമുക്ക് തന്നെ ഒരു പേജ് ആവും. ഇനി എ എന്നുള്ള അര പേജ് എടുത്തെടുക്കുക. എങ്ങനെയാണ് എഴുതുന്നത്? എയിലുള്ള നമ്മുടെ കൈനറ്റിക് എനർജി ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഞാൻ പഠിപ്പിച്ചത് mgh എന്നാണ്. ഓർക്കണം, mgh. നോക്കുക, എ എന്നുള്ള ഹൈറ്റ് h തന്നെയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി mgh. ഇനി അവിടുത്തെ കൈനറ്റിക് എനർജി എടുക്കാൻ ശ്രമിക്കുന്നു. റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ കൈനറ്റിക് എനർജിയുടെ ആൻസർ 0 ആണ്. കാര്യം വെലോസിറ്റി 0 ആണ്. സോ ഹാഫ് mv² സ്ഥലത്ത് 0 വരും. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആണ്. നമ്മൾ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കുക. മെക്കാനിക്കൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കൂടെ കൂട്ടും. mgh പ്ലസ് 0 രണ്ടും ആഡ് ചെയ്താൽ mgh. ഇനി സിയിൽ എഴുതാൻ. ഇനി അടുത്ത ഞാൻ ബി അല്ല എഴുതുന്നത്, സിയിലോട്ടാണ് പോകുന്നത്. സിയിൽ എഴുതുമ്പോൾ നിങ്ങൾ ഇതിനെ ജസ്റ്റ് തിരിച്ചെഴുതും. ഈ സാധനത്തിന് തിരിച്ചെഴുതും. അപ്പൊ അവിടെ അല്ലെങ്കിൽ ഈ ആൻസർ തിരിച്ചെഴുതുന്നത് ഇതിനെ തിരിച്ചെഴുതും. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ തിരിച്ചെഴുതുക. കൈനറ്റിക് എനർജിയുടെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ mgh. ഞാൻ പറഞ്ഞത് ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതാനാണ്. അടുത്ത മെക്കാനിക്കൽ എനർജി എങ്ങനെയാണ് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയുടെ കൂട്ടുക. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ 0, കൈനറ്റിക് എനർജിയുടെ ആൻസർ mgh. നമ്മുടെ കൂട്ടിയാലൊക്കെ mgh. ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാക്കി കേട്ടു. ആദ്യം ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ബി എന്നുള്ള പോയിന്റ്. ബി എന്നുള്ള പോയിന്റിന്റെ ഹൈറ്റ് നോക്കിയാൽ h മൈനസ് എക്സ് ആണ്. സോ mgh എന്നല്ല എഴുതാൻ നമുക്ക്. h കാണുന്നത് h മൈനസ് എക്സ് എന്ന് എഴുതാം. mg ഇൻറ്റു h എന്നല്ല എഴുതാൻ h മൈനസ് എക്സ്. കാര്യം ഡിസ്റ്റൻസ് h മൈനസ് എക്സ് ആണ്. ഇനി ബ്രാക്കറ്റിൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് mg കൊണ്ട് h നെ ഗുണിച്ചാൽ mgh മൈനസ് mg കൊണ്ട് x നെ ഗുണിച്ചാൽ mgx. ഇത് ഏതിന്റെ ആൻസറാണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസറാണ്. കൈനറ്റിക് എനർജി നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. -1 ആൻസർ എഴുതി വയ്ക്കുക. ഇവിടെ എന്ത് മൈനസ് വന്നോ ആ ആൻസർ എഴുതി വയ്ക്കുക. അടുത്ത മെക്കാനിക്കൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ചെയ്യണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ ഇവിടെ പറഞ്ഞു mgh മൈനസ് mgx പ്ലസ് കൈനറ്റിക് എനർജി എന്താ? mgx. ഈ മൈനസും ഈ പ്ലസും വെട്ടിപ്പോകും. ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടും mgh. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എയിലെ ചെക്ക് ചെയ്താൽ mgh ആണ്, ബിയിലെ പോയിന്റ് ചെക്ക് ചെയ്താൽ mgh ആണ്, സിയിലെ പോയിന്റ് ചെക്ക് ചെയ്താൽ mgh ആണ്. അപ്പൊ ഇത് എങ്ങനെ എഴുതും? അറ്റ് എ നിങ്ങൾ ഇത് ഇങ്ങനെ എഴുതും പേപ്പറിൽ. അറ്റ് എ നിങ്ങൾ ആദ്യം അവിടെ എഴുതുന്നു. അടുത്ത ബി അതിന് താഴെ എഴുതുന്നു, സി അതിന് താഴെ എഴുതും. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിന്റെ പേജിന്റെ എണ്ണം കൊടുത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് പേജിലൊക്കെ സിമ്പിൾ ആയിട്ട്. ഇനി ഞാൻ എങ്ങനെ ഇതിപ്പോ ഞാൻ ഉടായിട്ടില്ല, ഞാൻ ഒരു അല്ലാത്ത രീതിയിൽ പറഞ്ഞതാണ്. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇതിലാർക്കും കൺഫ്യൂഷൻ വന്നിട്ടില്ല. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ mgh ആണ്. പ്ലസ് ഇരിക്കുന്ന ബോഡിന്റെ കൈനറ്റിക് എനർജി 0 ആണ്. ഈ പൊട്ടൻഷ്യൽ എനർജി രണ്ടും കൂടെ ആഡ് ചെയ്യാൻ mgh പ്ലസ് മെക്കാനിക്കൽ എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് ഈ ആൻസർ ഇവിടെ എത്തിപ്പെടുന്ന പലർക്കും കൺഫ്യൂഷൻ ആയത്. പക്ഷെ അവിടെ ബി എന്നുള്ള പോയിന്റില്
പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. കാര്യം എച്ചിന്റെ സ്ഥാനത്ത് ഇതാണ് എഴുതാനുള്ളത്, എച്ച് മൈനസ് എക്സ് ആണ് എഴുതിയത്. സോ എം ജി ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എച്ച് മൈനസ് എം ജി എക്സ്. ഇനി നമ്മൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുള്ളത് ഹാഫ് എം ജി സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ കണ്ടു വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഞാൻ എഴുതുന്നു. ആദ്യം ഈ ബോഡിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ 0 സ്ക്വയർ പ്ലസ് ഒരു ബോഡി താഴോട്ട് വീഴുന്നെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ബോഡി താഴോട്ട് വീഴുമ്പോൾ എ കാണപ്പെടുത്തും, താഴോട്ടായതുകൊണ്ട് മൈനസ് ആണ് എടുക്കാനുള്ളത്, മൈനസ് ജി ആണ് വരുന്നത്. സോ നമുക്കിവിടെ ഇവിടെ സൈൻ ഞാൻ എടുക്കുന്നില്ല. സൈൻ എടുക്കുകയാണെങ്കിൽ മൈനസ് ജി എടുക്കുക. ഇനി ഡിസ്റ്റൻസ് താഴോട്ടാണ് മെഷർ, അതുകൊണ്ട് അവിടെ മൈനസ് കൊടുക്കും. സോ മൈനസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ താഴോട്ട് പോകുന്ന ബോഡിക്ക് ഈ മൈനസ് പോസിറ്റീവ് ആവും. പിന്നെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാം. അപ്പോൾ കുഴപ്പമില്ല, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ മൈനസ് പോസിറ്റീവ് ആയി 2gx ആണ് ആൻസർ. 2gx കണ്ടോ? അപ്പോൾ ഈ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന്റെ ആൻസർ എത്ര? 2gx ആണ്. ഈ രണ്ട് വെട്ടിപ്പോയി. അപ്പോൾ mgx എന്ന ആൻസർ കിട്ടും. അതാണ് കൈനറ്റിക് എനർജി. ഞാൻ ഇവിടെ എഴുതിയിരുന്നത് mgx ആണ്. കൈനറ്റിക് എനർജി mgx ആണ്. ഇനി സി എന്നുള്ള പോയിന്റ് അറ്റ് സിന്റെ കാര്യം നമ്മൾ സംസാരിച്ചെടുക്കാം. അറ്റ് സിന്റെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അതിന്റെ ആർക്കും ഡൗട്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൈനറ്റിക് എനർജിയുടെ കാര്യത്തിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s എന്നുള്ള ഇക്വേഷൻ നമ്മൾ സംഖ്യാനിക്കുക. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ 0 സ്ക്വയർ പ്ലസ് താഴോട്ടായിരുന്നു മൈനസ് ജി എന്ന് കൊടുത്തു. ഡിസ്റ്റൻസ് എത്രയാണ്? സി വരെയുള്ള ഡിസ്റ്റൻസ് എച്ച് അല്ല, മൈനസ് എച്ച്, താഴോട്ടായത്. അപ്പൊ മൈനസ് എച്ച് എന്ന് കൊടുക്കുന്നു. സോ മൈനസ് എച്ച്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ മൈനസ് പോസിറ്റീവ് ആവും. 2gh ആണ്. 2gh ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആൻസർ 2gh. ഇത് വെട്ടിപ്പോയി ലാസ്റ്റ് ആൻസർ mgh. അതാണ് നമ്മളുടെ mgh എന്ന് എഴുതിയത്. സ്റ്റെപ്പുകൾ മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കണം, അല്ലാത്തവർ ഇതിലേക്ക് പഠിക്കും. പരീക്ഷയ്ക്ക് 100% വരുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് നേടാൻ പറ്റും. സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണം, ജസ്റ്റ് ഒന്ന് വായിച്ചു ആത്മാർത്ഥമായിട്ട് പഠിക്കും. പരീക്ഷയ്ക്ക് വരുന്നതാണ്, എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ആ ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ്. സോ പവർ എന്താണെന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇതിനെ വായിക്കുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. പവർ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി അതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇതിന്റെ യൂണിറ്റ് എന്താ? വർക്കിന്റെ യൂണിറ്റ് ജൂൾ, സമയത്തിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് നമ്മൾ ഒരു പേര് പറയും, വാട്ട്, W. സോ പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. വർക്ക് ഡൺ ടൈം, വർക്ക് ബൈ ടൈം, ഓർ എനർജി ബൈ ടൈം എന്നൊക്കെ നമ്മൾ പവർ എഴുതാം. അപ്പം അതാണ് ഈ ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഷോ ദാറ്റ് ഫോർ എ ഫ്രീലി ഫാളിംഗ് ബോഡി മെക്കാനിക്കൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് പഠിക്കുക, എഴുതി പഠിക്കുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ജസ്റ്റ് വായിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മളെയും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ 10 ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വെരി ഓൾ ദി ബെസ്റ്റ്.